സല്യൂട്ട് സജ്ജനങ്ങളെ. നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ജൂലൈ 7-ാം തീയതി വയനാട് ജില്ലയിൽ വീണ്ടും ഒരു ദുരന്തമുണ്ടായി. അവിടെ ഒരു തുരങ്ക പാത നിർമ്മിക്കുകയാണ്. കോഴിക്കോട് അനക്കംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും വയനാടുള്ള മേപ്പാടിയിലെ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തുരന്നുകൊണ്ട് ഒരു 2 വരി പാത നിർമ്മിക്കുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് നടന്നിരുന്നു. മാർച്ച് 2026 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ തുരങ്കം എടുക്കുന്നതിന്റെ ബ്ലാസ്റ്റിങ്ങോ മറ്റോ ഉദ്ഘാടനം ചെയ്തതിന്റെ വാർത്ത നമ്മൾ കണ്ടതാണ്. ഈ ഒരു തുരങ്കപാതയുടെ ആവശ്യം വളരെ നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷെ പരിസ്ഥിതി പഠനം നടത്തിയിട്ടൊക്കെ ആണോ ചെയ്തത് എന്ന് ഇപ്പോ സംശയം വരുന്നുണ്ട്. അന്നേരം ഒന്നും ആരും ചോദിച്ചില്ല. വയനാട് ജില്ല പരിസ്ഥിതി ലോല പ്രദേശമാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. 35% കാട് ഉണ്ടാവേണ്ട സ്ഥലമാണ്. പക്ഷെ അത്രയോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോ ജൂലൈ 7-ാം തീയതി നടന്ന ഈ മണ്ണിടിച്ചിലിൽ കള്ളാടി പ്രദേശത്തുണ്ടായിരുന്ന ഇതേവരെ 7 പേർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ഏകദേശം 10ഓളം ആൾക്കാർ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തു. ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുരന്തമായിരുന്നു. ഈ ഒരു ദുരന്തത്തിനെ ഒരിക്കലും നമുക്ക് പ്രകൃതി ദുരന്തമാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം തന്നെ ആയിരുന്നു. ഭൂമി അനുഗ്രഹിച്ച വളരെയധികം വൃക്ഷലതാദികൾ വളരുന്ന നല്ലൊരു തണുപ്പൊക്കെയുള്ള പ്രദേശമാണ് വയനാട്. നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് അതിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഭൂമി കുലുക്കത്തിന്റെ സീസ്മിക് സോൺ 3-ാം നമ്പർ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലവുമാണ്. കാരണം ആ പ്രകൃതി അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന, സഹ്യനിൽ തല വെച്ച് കിടക്കുന്ന ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം കാവ്യാത്മകമായി. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്രയധികം ഭൂമി കുലുക്കങ്ങളും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ മനുഷ്യർ തീർക്കുന്ന ദുരന്തങ്ങളും ഒരുപാടുണ്ട്. 2 വർഷം മുമ്പ് 2024 ജൂലൈ 30 മുണ്ടക്കൈ, ചൂരൽമല എന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലിൽ 293 ആൾക്കാരോ മറ്റോ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്തും ഞാൻ പറഞ്ഞിരുന്ന ഇതേ കാര്യങ്ങൾ തന്നെ ആയിരുന്നു. പ്രകൃതിയെ നമുക്ക് 100% കുറ്റം പറയാൻ പറ്റില്ല. മനുഷ്യർ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രകൃതി ഒരു രോഷാകുല ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യർ അത്രത്തോളം ചൂഷണം പ്രകൃതിയുടെ മേൽ ചെയ്തിട്ടുണ്ട്. അശാസ്ത്രീയമായ വീടുകൾ നിർമ്മിക്കുന്നു, അശാസ്ത്രീയമായ സ്ഥലങ്ങൾ വെട്ടിയെടുക്കുന്നു, മരങ്ങൾ മുറിക്കുന്നു, പിന്നെ ചരിഞ്ഞു കിടക്കുന്ന പ്രതലത്തിൽ ആരുടെയും വിദഗ്ധ അഭിപ്രായം ചോദിക്കാതെയൊക്കെ കെട്ടിടങ്ങൾ പണിയുന്നു. മനോഹരമായ ഭൂപ്രദേശത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വരുമ്പോൾ ചിലപ്പോ പ്രകൃതിക്ക് തന്നെ സഹിക്കില്ല. അങ്ങനെ ആയിരിക്കാം ആ ദുരന്തം ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജൂലൈ 7-ാം തീയതി നടന്ന ദുരന്തം പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ? 2010 മാധവ് ഗാഡ്ഗിലിന്റെ ഒരു കമ്മിറ്റി കേരളത്തിലെ മൊത്തം ഭൂപ്രകൃതി ഒന്ന് പഠിച്ച ശേഷം എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എങ്ങനെയാണ് നമ്മൾ പരിസ്ഥിതി സംരക്ഷണം നടത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. 1 വർഷത്തിനകം തന്നെ അദ്ദേഹം ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് വയനാട് ജില്ല വളരെ പരിസ്ഥിതി ലോലമായ പ്രദേശമാണ്. അവിടെ കൺസ്ട്രക്ഷൻ നടത്തുമ്പോഴോ കെട്ടിടങ്ങൾ പണിയുമ്പോഴോ എന്തെങ്കിലും വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴോ വളരെയധികം സൂക്ഷിക്കണം. ഇത്ര സ്ഥാപനങ്ങളുടെ ക്ലിയറൻസ് വാങ്ങണം. ആ റിപ്പോർട്ട് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പിന്നീട് അടുത്ത വർഷം കസ്തൂരി രംഗൻ എന്ന് പറയുന്ന മറ്റൊരു വിദഗ്ധനായിട്ടുള്ള പ്രകൃതി ശാസ്ത്രജ്ഞനെ ഏൽപ്പിച്ചു. 2013 അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നായിരുന്നു. അതിനകത്തും പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ട പ്രദേശം എന്ന് പറഞ്ഞ് വയനാടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വയനാടിന്റെ ഏകദേശം 50% സ്ഥലവും വികസന പരിപാടികൾ നടത്തിയാലും വളരെയധികം സൂക്ഷ്മതയോടുകൂടി മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 2 റിപ്പോർട്ടുകളും ആരും പരിഗണിക്കുന്നില്ല. അതിപ്പോഴും ഷെൽഫിൽ കിടന്ന് ഉറങ്ങുകയാണ്. വയനാടിലെ ഈ തുരങ്കപാത കേരള സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഏകദേശം ഒരു 2.25 മണിക്കൂർ എടുക്കും കോഴിക്കോട് നിന്ന് വയനാടിലേക്ക് താമരശ്ശേരി ചുരം കയറി പോകാൻ. അപ്പൊ അതിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ കുറവ് ലഭിക്കും. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ ഒരു ഘാട്ട് റോഡിൽ ഭയങ്കര ട്രാഫിക്കാണ്. ആ ട്രാഫിക് കുറയ്ക്കാനായി തുരന്തപാത സഹായിക്കും. കൂടാതെ സമയം ഒരുപാട് ലാഭിക്കാം.
ആനക്കാംപൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേപ്പാടി വരെ പോകാനായിട്ട് സാധാരണ ഒരു 42 കിലോമീറ്റർ ആണ് റോഡ് മാർഗം വരുന്നതെങ്കിൽ ഇതുവഴി പോയാൽ അതിന്റെ പകുതി എടുക്കൂ, 20 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ തുരങ്കപാത ഉണ്ടാക്കുമ്പോൾ. തുരങ്കത്തിന്റെ അടിയിൽ തന്നെ ഏകദേശം 8.73 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇത്രയും വലിയ ഒരു തുരങ്കപാത കേരളത്തിൽ വേറെയില്ല. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാതയായിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ. കേരള സർക്കാർ പൂർണ്ണമായി അതിന്റെ സാമ്പത്തികം ഏറ്റെടുത്തിട്ടുണ്ട്. കിഫ്ബി വഴിയാണ് ഇതിന് 2174 കോടിയോ 75 കോടിയോ മറ്റോ ആണ് ഇതിന്റെ നീക്കിയിരിപ്പ് തുക. കിഫ്ബി ഇത് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് അറിയാമല്ലോ, പലയിടത്തുനിന്നും വായ്പ എടുത്തിട്ടാണ് കിഫ്ബി വികസന പ്രക്രിയ നടത്തുന്നത്. ഇപ്പൊ കിഫ്ബിക്ക് ഏകദേശം 42,000-ഓളം കോടി രൂപയുടെ കടബാധ്യത വരുത്തിയിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നും രൂപ വായ്പയായിട്ട് എടുത്തിട്ട് നല്ല പലിശ കൊടുത്തുകൊണ്ടാണ് ഈ വികസനം നടത്തുന്നത്. ഇങ്ങനെ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത് നല്ലതാണ്, വികസനമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ ഫണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ കാര്യം കേന്ദ്ര പദ്ധതികളുടെ കീഴിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതിയുടെ കീഴിലായിരുന്നു എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ സാങ്ഷൻ വാങ്ങാതെ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കേരള സർക്കാരിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകൾ തന്നെയാണ് ഈ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നതിന് സാങ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഫോറസ്റ്റ് ക്ലിയറൻസ് എന്ന് പറയുന്നത് എളുപ്പം സാധിച്ചെടുക്കാം. അത് ഫെബ്രുവരി 2026 അവർ നേടിയെടുത്തു എന്ന് വെബ്സൈറ്റിൽ കാണുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതില് കേരളം വികസന പട്ടികകളുടെ കൂട്ടത്തിൽ പെടുത്താനുള്ള ഒരു കാര്യമായിട്ടാണ് ഈ തുരങ്കപാതയും കൂടി അവര് ഇനോഗ്രേഷൻ ഒക്കെ നടത്തിയത്, പണി തുടങ്ങിയത്. കേരള സർക്കാർ തുരങ്കപാതയുടെ നിർമ്മാണം ഏൽപ്പിച്ചിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ എന്ന സ്ഥാപനത്തിലാണ്. അപ്പൊ കൊങ്കൺ റെയിൽവേ ഇതുപോലെ തുരങ്കപാതകൾ ഒരുപാട് നിർമ്മിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ അത് സബ്ലെറ്റ് ചെയ്ത് ദിലീപ് ബിൽഡ് കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്. ആ കമ്പനി മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്നതാണ്. അത് 1987 തുടങ്ങിയ കമ്പനിയാണ്. വളരെയധികം പരിചയമുള്ള കമ്പനിയാണ്. 10,000-ലധികം ഇതുപോലെയുള്ള ജോലികൾ അവർ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കൊങ്കൺ റെയിൽവേയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ നിയമപരമായിട്ട് കരാർ ഏറ്റെടുത്തതാണ്. പക്ഷെ ആരുടെ ഭാഗത്താണ് തെറ്റ്? നമ്മളൊക്കെ ഇപ്പോ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നത് കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും PWDയും ഒക്കെ വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ആരും ഇതിനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഈ ഒരു സംഭവം നമ്മള് TV-യിൽ കൂടെ കണ്ടപ്പോ ഞെട്ടിത്തരിച്ചു പോയതാണ്. നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. വളരെ ഭീകരമായിട്ട് തോന്നിയിരുന്നു. ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് ചെളിവെള്ളം വരുന്നു, അതിനോടൊപ്പം മണ്ണിടിഞ്ഞു വീഴുന്നു, അതോടൊപ്പം വാഹനങ്ങൾ ഇങ്ങനെ ചറുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റോഡിൽ കൂടെ ഒഴുകി നടക്കുന്നു. ചില ആളുകളുടെ പുറത്തോട്ട് വരാൻ പോകുന്നു, അവരൊക്കെ ഓടി കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നില്ലേ? ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയത്? പ്രകൃതിയെ കുറ്റം പറയാൻ പറ്റുമോ? സാധാരണ എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ ഇത് പ്രകൃതി ദുരന്തമാണ്, മഴക്കെടുതിയാണ്, ലാൻഡ് സ്ലൈഡ് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകൃതിയെ കുറ്റം പറഞ്ഞ് ഒഴിയാൻ നമുക്ക് സാധിക്കുമോ? ഒരു തുരങ്കം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നിന്ന് എക്സ്കവേഷൻ, മണ്ണെടുത്ത് മാറ്റണം, പാറ എടുത്ത് മാറ്റണം, ഇതൊക്കെ നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്ന കാര്യമാണ്. അതിനുള്ള മെഷീനറി, എക്യുപ്മെന്റ്, വാഹനങ്ങളെല്ലാം അവിടെ ഉള്ളതാണ്. അപ്പൊ മണ്ണ് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ മണ്ണ് അവിടുന്ന് അപ്പൊ തന്നെ മാറ്റി വിൽക്കാനുള്ള ഒരു കരാറും കൂടെ അവർക്ക് തന്നെ കൊടുക്കണം. കാരണം മണ്ണിന് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങൾ നികത്താനും, റോഡ് പണിക്കും, അതുപോലെ റെയിൽവേയുടെ പണിക്കും. മണ്ണെന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങുകയാണ് ആൾക്കാർ. അപ്പൊ മണ്ണ് വിലയേറിയ ഒരു വസ്തുവാണ്. അങ്ങനെ മണ്ണ് ആവശ്യമുള്ള ആൾക്കാർക്ക് അപ്പോ അത് വിറ്റ് പോണ്ടേ? കേരളത്തില് അതിനാവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ പാറ തുരന്നെടുത്തു കഴിഞ്ഞാൽ പാറയ്ക്കും ആവശ്യക്കാരുണ്ട്. ഒരുപാട് പാറ കെട്ടിട നിർമ്മാണത്തിനും പാലം നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. റോഡ് നിർമ്മാണത്തിനും പാറയും മെറ്റലും ചരലും ഒക്കെ വേണം. അപ്പൊ അങ്ങനെ തുരന്നെടുക്കുന്ന വസ്തുക്കൾ അപ്പോ അവിടുന്ന് നീക്കം ചെയ്യാനായിട്ടും കൂടെ ഒരു ശുഷ്കാന്തി കാണിക്കേണ്ടത് ആരായിരുന്നു? PWD തന്നെയാണ്. വർക്ക് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. അപ്പൊ PWDയുടെ കീഴിലുള്ള പണിയാണെങ്കിൽ തീർച്ചയായിട്ടും PWD അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇപ്പൊ PWDക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ല. ജില്ലാ കളക്ടറും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പോലെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ മാസം 20-ാം തീയതി ഇതിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് ഇത് അവിടുന്ന് മാറ്റണമെന്ന് ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തെറ്റുകാരിയല്ല, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ റെസ്പോൺസിബിലിറ്റി തീരുമോ? അതുപോലെ മന്ത്രി പറയുന്നു ഈ മാസം 2-ാം തീയതി അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി, ഇവിടെ ഇങ്ങനെ മണ്ണ് കൂട്ടിക്കിടപ്പുണ്ട്, അപകടമാണ്, മഴക്കാലമാണ്, അത് അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് 2-ാം തീയതി കഴിഞ്ഞിട്ട് 7-ാം തീയതി ആവുമ്പോഴേക്കും അത് അപ്പോഴും അവിടെ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുമോ? ഉത്തരവാദിത്വ ബോധമില്ലേ? അദ്ദേഹം പറഞ്ഞു ഞാൻ ഉത്തരവ് കൊടുത്തു, അത് മാറ്റാത്തത് എന്റെ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അത്
ദിലീപ് ബിൽകോൺ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നു. അവര് പറയുന്നു ഞങ്ങളെല്ലാം അനുസരിച്ചാണ് ചെയ്തത്, അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിന് വേണ്ടി ഞങ്ങൾ ഒലിച്ചു പോകാതിരിക്കാൻ ഒരു സിമന്റ് വെച്ച് ഒരു വാർപ്പ് തന്നെ കെട്ടിവെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മധ്യപ്രദേശിലുള്ള ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ പോലും വയനാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം, അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണിനെ താങ്ങി നിർത്താൻ പറ്റില്ല. ഇവിടെ വരുന്ന മഴ അത്രമാത്രം ഭീകരമാണ്, വലിയ മഴയാണ്, അതിലിങ്ങനെ കുത്തി ഒലിച്ച് ഈ മണ്ണ് മുഴുവനും താഴേക്ക് വീഴും എന്ന് അവിടുത്തെ ആൾക്കാർക്ക് പറഞ്ഞുകൂടെ? അപ്പൊ അവിടെ ഒരു ഭരണ സംവിധാനം ഇല്ലേ? PWDയുടെ കയ്യിൽ എന്തുമാത്രം JCBs ഉണ്ട്, എന്തുമാത്രം ലോറികളുണ്ട്, എത്രമാത്രം ട്രക്കുകൾ അവർക്ക് വേണമെങ്കിൽ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് PWDയുടെ ആരും അത് മണ്ണ് അവിടെ നിന്ന് മാറ്റാത്തത്? അല്ലെങ്കിൽ കളക്ടർക്ക് വിചാരിച്ചാല് വണ്ടികൾ കിട്ടില്ലേ? കളക്ടർക്ക് വളരെ എളുപ്പം വലിയ 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 വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുപോകാ എന്ന് പറയാൻ ഉത്തരവിടാനുള്ള അധികാരം ഉണ്ടല്ലോ. ജില്ലാ മജിസ്ട്രേറ്റ് കൂടെയല്ലേ. ഒരു കളക്ടർ 2 ആഴ്ചക്ക് മുമ്പ് ഈ മണ്ണ് മാറ്റാനായിട്ട് ഉത്തരവിട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ നടപടിയെടുത്തോ? ആരെങ്കിലും സസ്പെൻഷനിലായോ? ഇത് പറയുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷെ ഇതാണ് കാലാകാലങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ കാണുന്നത് അതാണ്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് അവിടെ എല്ലാം കണ്ട് അനുശോചനം രേഖപ്പെടുത്തി ഒരു അന്വേഷണം ഉത്തരവിട്ട് അന്വേഷണത്തില് എല്ലാം കൂടെ അവസാനം പ്രകൃതിയുടെ മുകളിലോട്ട് പോകും, മഴയുടെ മുകളിലോട്ട് പോയി. മഴ പെയ്യുന്നത് മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അറിയില്ലേ? നമുക്കിവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടന തന്നെ ഉണ്ടല്ലോ. അവര് പലപ്പോഴും പറയാറുള്ളതല്ലേ, ഇപ്പൊ മഴ വരുന്നു, ഇവിടെ വാർണിംഗ്, അവിടെ വാർണിംഗ്, അതൊക്കെ പറഞ്ഞ് കൊടുക്കുന്നവരല്ലേ, മുൻകൂട്ടി പ്രവചിക്കുന്നവരല്ലേ. കളക്ടർക്ക് അതിനൊന്നും ഉത്തരവാദിത്വമില്ല, അവിടെയുള്ള ഓഫീസേഴ്സിന് ആർക്കും ഇതിനുള്ള ഉത്തരവാദിത്വമില്ല. അതിന്റെ പേരിൽ പിരിവും, അതിന്റെ പേരിൽ കുറച്ച് കൂടുതൽ ഡെവലപ്മെന്റിനായിട്ട് അവിടുന്ന് ഇവിടുന്ന് കാശും ഒക്കെ ഒപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ച് നിസ്സംഗതയോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? ഈ അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ, അവര് ഭാവിയിൽ എന്ത് അന്വേഷണം നടത്തിയാലും അവസാനം കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകൃതിയെ മാത്രം കൈ ചൂണ്ടിക്കൊണ്ടായിരിക്കും. ഇതിനകത്ത് ആരും, ഒരു മനുഷ്യനും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, ഒരു മനുഷ്യനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഫ്ലോറൻസ് നൈറ്റിംഗേൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 1966 തൊട്ട് 70 വരെ എങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു ക്രിമിയൻ വാർ ഉണ്ട്. റഷ്യ ഒരു വശത്തും മറുഭാഗത്ത് ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, പിന്നെ ഇറ്റലി. ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്ന ടർക്കിഷ് എംപയർ, ഓട്ടോമാൻ എംപയറിന്റെ സഹായത്തിനായിട്ട് വന്നതാണ് ഫ്രാൻസും UK-യും. എംപയർ ഓഫ് സാഡീൻ എന്ന് പറഞ്ഞിരുന്ന ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് വളരെയധികം ആൾക്കാർക്ക് ഇങ്ങനെ യുദ്ധത്തിൽ പരിക്കേറ്റ് കിടന്നപ്പോൾ നേഴ്സിന്റെ സ്ഥാനം ഏറ്റെടുത്ത് ശുശ്രൂഷിക്കാൻ വന്ന യുവതിയായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് രാത്രി എല്ലാ സമയവും ഇങ്ങനെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ആർക്കൊക്കെ വേദനയുണ്ട്, ആർക്കൊക്കെ യാതനയുണ്ട്, അവരെ എങ്ങനെയാണ് ശുശ്രൂഷിക്കുന്നത് നോക്കി ഇങ്ങനെ നടക്കും. രാത്രി മൊത്തം ഇങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ച് നടക്കും. മെയ് 12-ാം തീയതി എല്ലാ വർഷവും നമ്മൾ നഴ്സസ് ഡേ എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ്. മോഡേൺ നഴ്സിംഗിന്റെ ഉത്ഭവം ഫ്ലോറൻസ് നൈറ്റിംഗേലിൽ നിന്ന് തുടങ്ങിയതാണെന്നാണ് വിശ്വസിക്കുന്നത്. നിസ്വാർത്ഥമായ സേവനം ചെയ്ത ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ വളരെ പ്രശസ്തമായ ഒരു വാക്കുകളുണ്ട്: ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിനും വേണ്ടി ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടില്ല. അതായത് പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ടാണ് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിച്ചത്. അതാണ് എന്റെ ജീവിത വിജയം. ഒഴിവ് കഴിവുകൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഒരു ഹോംവർക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ടീച്ചർ കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നു പിറ്റേ ദിവസം എന്താ ഹോംവർക്ക് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ, ഓ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു ടീച്ചർ, അല്ലെങ്കിൽ പറയും എനിക്ക് സുഖമില്ലായിരുന്നു, വയറുവേദനയായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ ആശുപത്രിയിലായിരുന്നു. എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറയാനായിട്ടാണ് ആ കുട്ടി ശ്രമിക്കുക. ആ കുട്ടിയെ പോലെ തന്നെയാണ് എല്ലാവരും. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അതെന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒഴിവ് കഴിവ്, അത് അന്നയാളുടെ പ്രയാസം, ഇന്നയാളുടെ പ്രശ്നം, ഞാൻ ചെയ്തിട്ടുള്ളതല്ല. ഒരിക്കലും നമ്മൾ ആ കുറ്റം ഏറ്റെടുക്കില്ല, അതിനൊരു വലിയ മടിയാണ്. അപ്പൊ നമ്മളത് ഏറ്റെടുത്തുകൊണ്ട് എന്റെ കുറ്റമാണ്, എന്റെ കുഴപ്പമാണ്, സോറി, ക്ഷമിക്കണം, ഇനി അതുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് നല്ല കാര്യമാണത്. അതുപോലെ നമ്മൾ പറയാത്തത് കൊണ്ടാണ് വീണ്ടും 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 ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായപ്പോ അതിന് വേണ്ട തക്കവണ്ണമുള്ള നടപടികൾ ആ സമയത്ത് എടുത്തിരുന്നെങ്കിൽ, എങ്ങനെ അത് വീണ്ടും ഉണ്ടാകാതിരിക്കാം എന്നുള്ളതിന്റെ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ജൂലൈ 7-ാം തീയതി കള്ളാടിയിൽ നടക്കില്ലായിരുന്നു. മണ്ണെടുത്ത് മാറ്റാത്തത് കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ശരി ഞങ്ങൾക്ക് പിഴ പറ്റി, അത് ഞങ്ങളുടെ പിഴയാണ് എന്ന് കളക്ടറോ PWDയോ പറഞ്ഞുകൊണ്ട് ഒരു മേൽ നടപടി ഉണ്ടായാൽ അത് ഭാവിയിൽ ഇനി ഉണ്ടാവില്ല. അത്രയും സിമ്പിളാണ്. പക്ഷെ അത് ഒന്നും ചെയ്യാതെ അത് പ്രകൃതി വരുത്തിയ മഴ കാരണമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും 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 ഇതുപോലെ തന്നെ ആവർത്തിച്ചോണ്ടേയിരിക്കും.
സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു ഭരണകൂടം ഉണ്ടാവണം എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ടണലിന്റെ നിർമ്മാണം നിർത്തിവെച്ചത് കൊണ്ട് ഇതിനൊരു പരിഹാരമാവില്ല. ടണൽ എന്തായാലും കുഴിച്ചു തുടങ്ങി, അതിന്റെ കുറച്ച് പ്രവൃത്തി നടന്നു, കുറച്ചധികം പൈസ അതിനു വേണ്ടി ചെലവഴിച്ചു. അപ്പൊ അത് പൂർണ്ണമാകാനായിട്ട് അനുവദിക്കുക. ആ ടണൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണം മനസ്സിൽ വെച്ചുകൊണ്ട് ഭാവിയിൽ ഇതുപോലെയുള്ള ഒരു ദുരന്തം ഉണ്ടാകാതെ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാൻ സാധിക്കുക എന്ന് സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സസ്നേഹം, ശ്രീലേഖ.